പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 21-ാം തിരുവചനം. അവൻ അവരോട് പറഞ്ഞു, വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിൻ്റെ അടിയിലോ വയ്ക്കാനാണോ? പീഠത്തിന്മേൽ വയ്ക്കാനല്ലേ? നമ്മളിലെ വെളിച്ചത്തെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം പ്രതിപാദിക്കുന്നത്. ഈശോ നമ്മളിൽ കൊളുത്തിയ ആ പ്രകാശത്തെ ഒരിക്കലും മൂടി വയ്ക്കരുത് എന്നവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് വയ്ക്കേണ്ടത് ഈ ലോകത്തിന് പ്രകാശം നൽകുവാൻ തക്ക വിധത്തിൽ പീഠത്തിന്മേൽ ആയിരിക്കണമെന്നും ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ പ്രകാശത്തെ നമ്മൾ തിരിച്ചറിയുക? ബിഷപ്പ് ഫുൾട്ടൻ ജേഷ്യൻ പറഞ്ഞു വയ്ക്കുന്നത് പോലെ, ഓൺലി ദ സെയിൻലി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് സാങ്ക്ടിറ്റി. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ ദൈവിക ശക്തി പ്രകടമാക്കും. മലമുകളിൽ കർത്താവുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് സംഭാഷണത്തിൽ ഏർപ്പെട്ട മോശയുടെ മുഖം പ്രകാശിച്ചു എന്ന തിരുവചനം പറയുമ്പോൾ നമ്മളും പ്രകാശിക്കേണ്ടവരാണെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളിൽ ഇരുട്ട് ഉണ്ട് എന്ന് നമ്മൾ അറിയുമ്പോഴും ഇതാ കർത്താവിൻ്റെ പ്രകാശം നമ്മളെ പ്രകാശിപ്പിക്കും. ഈ ദിവ്യകാരുണ്യ സന്ദേശം കേൾക്കുന്നവരുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ ഇതാ ഈശോ തിരുവചനത്തിൻ്റെ പ്രകാശം അയക്കുകയാണ്. നമുക്കും നമ്മുടെ ഉള്ളിലെ ഇരുട്ടിനെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. അവിടുത്തോട് ചേർന്ന് നിൽക്കുക വഴി നമ്മളും നമ്മുടെ കുടുംബങ്ങളും പ്രകാശിക്കും. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ പ്രകാശത്താൽ ഞങ്ങളെ നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.